അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 9ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ 9ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദർ സുത്താസികൾ 9ാമത്തെ പാഠം തവക്കൽതു അലല്ലാഹ്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. അബ്ദുർ റഹീം നേരത്തെ ഉണർന്നു. സിയാറത്ത് യാത്രയുടെ ആവേശത്തിലായിരുന്നു അവൻ. വീട്ടുകാരെല്ലാം കുളിച്ചൊരുങ്ങി ദുആ ചെയ്തു. ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി. ഉപ്പ പറഞ്ഞു, യാത്രക്കിറങ്ങുമ്പോൾ ഇടതുകാലാണ് മുന്തിക്കേണ്ടത്. ശുചിമുറിയിലേക്കും അങ്ങാടിയിലേക്കും ഇടതുകാൽ വെച്ച് തന്നെയാണ് കടക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉപ്പ ഉച്ചത്തിൽ പറഞ്ഞു. എല്ലാവരും ഏറ്റുചൊല്ലി. വാതിൽ പൂട്ടി പുറത്തിറങ്ങി. ഉച്ചയോടെ ഏർവാടിയിലെത്തി. സിയാറത്ത് ചെയ്തു. നന്നായി ദുആ ചെയ്തു. ശേഷം അവർ നാഗൂരിലേക്ക് യാത്ര തിരിച്ചു. ഓരോ സ്ഥലത്തെയും ചരിത്രങ്ങൾ അബ്ദുർ റഹീം നോട്ട്ബുക്കിൽ എഴുതി. തിരിച്ചു വരുമ്പോൾ മൃഗശാല സന്ദർശിച്ചു. കടൽ തീരത്തും പോയി സന്തോഷത്തോടെ തിരിച്ചെത്തി. ഉപ്പ പറഞ്ഞു, മസ്ജിദ്, വീട്, വിദ്യാലയങ്ങൾ തുടങ്ങിയ നല്ല സ്ഥലങ്ങളിലേക്ക് വലതുകാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലി വലതുകാൽ വെച്ച് വീട്ടിൽ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ദിക്റ് ചൊല്ലി വീട്ടിലേക്ക് കടന്നു. ദിക്റ് ചൊല്ലി ഭക്ഷണം കഴിച്ചു. അപ്പോൾ പിശാച് കൂട്ടുകാരോട് പറയും, ഇന്ന് രാത്രി ഞങ്ങൾക്കിവിടെ ഭക്ഷണമില്ല, താമസിക്കാൻ അവസരവുമില്ല. നാം ഈ പാഠത്തിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇടതുകാൽ വെച്ച് കിടക്കേണ്ടത്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ശുചിമുറിയിലേക്ക് കടക്കുമ്പോൾ, അങ്ങാടിയിലേക്ക് കടക്കുമ്പോൾ, ഇവിടെയെല്ലാം ഇടതുകാൽ വെച്ച് തന്നെയാണ് കിടക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി ഏതെല്ലാം സ്ഥലങ്ങളിലാണ് വലതുകാൽ വെച്ച് കിടക്കേണ്ടത്? മസ്ജിദ്, വീട്, വിദ്യാലയങ്ങൾ. ഇനി പുറത്തു നിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന. ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും നാം ഈ പാഠത്തിൽ പഠിച്ചു. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. കൂട്ടുകാർ ഈ ബോക്സിലുള്ളതെല്ലാം നല്ലവണ്ണം പഠിച്ചു വെക്കണം കേട്ടോ. ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. സിയാറത്തുൻ സന്ദർശനം, ദുആ പ്രാർത്ഥന, ബിസ്മില്ലാഹ് അല്ലാഹുവിൻ്റെ നാമത്തിൽ, വലജ്ന ഞങ്ങൾ പ്രവേശിച്ചു, ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു, തവക്കൽതു അലല്ലാഹ് ഞാൻ അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചു. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുറത്തിബ്. ഈ പാഠത്തിൽ പഠിച്ച 2 ദിക്റുകളും ക്രമത്തിലല്ലാതെ മാറ്റി മാറ്റി കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ ക്രമത്തിൽ എഴുതണം. 1 വലാ ഹൗല ബിസ്മില്ലാഹ് അലല്ലാഹി വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തവക്കൽതു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിരിക്കുന്നത്. ആദ്യം എന്താണ് വരേണ്ടത്? ബിസ്മില്ലാ. രണ്ടാമത് ഏതാണ് വരേണ്ടത്? തവക്കൽതു. മൂന്നാമത് ഏതാണ്? അലല്ലാഹി. നാലാമത് ഏതാണ്?
വലാ ഹൗല. അഞ്ചാമത് ഏതാണ്? വലാ ഖുവ്വത. ആറാമത് ഇല്ലാ ബില്ലാ. നമുക്കിപ്പോൾ ക്രമത്തിൽ എഴുതാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. ഇനി രണ്ടാമത്തത് ബിസ്മില്ലാഹി ഖറജ്ന തവക്കൽന വഅലല്ലാഹി റബ്ബിന വലജ്ന വബിസ്മില്ലാഹി. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിരിക്കുന്നത്. ആദ്യം ഏതാണ് വരേണ്ടത്? ബിസ്മില്ലാഹി. രണ്ടാമത് ഏതാണ്? വലജ്ന. മൂന്നാമത് ഏതാണ്? വബിസ്മില്ലാഹി. നാലാമത് ഏതാണ്? ഖറജ്ന. അഞ്ചാമത് ഏതാണ്? വഅലല്ലാഹി റബ്ബിന. ആറാമത് തവക്കൽന. നമുക്കിപ്പോൾ ക്രമത്തിൽ എഴുതാം. ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. 1. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. 2. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. 3. അബ്ദുർ റഹീമും കുടുംബവും എവിടെയെല്ലാം സന്ദർശിച്ചോ? ഉത്തരം ഏർവാടി, നാഗൂർ, മൃഗശാല, കടൽ തീരം. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നമ്മൾ പൂരിപ്പിക്കാനുള്ളതാണ്. ആദ്യത്തെ ബോക്സിൽ വലത് കാൽ വെച്ച് കയറണം എന്ന് കൊടുത്തിരിക്കുന്നു. അതിനെ ചുറ്റി കുറെ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നു. ആ ആരോ മാർക്കിന് നേരെ വലത് കാൽ വെച്ച് കയറേണ്ട സ്ഥലങ്ങളാണ് നാം എഴുതേണ്ടത്. ഞാൻ എഴുതിയതുപോലെ കൂട്ടുകാരും എഴുതുക. മസ്ജിദ്, വീട്, വാഹനത്തിൽ കയറുമ്പോൾ, ശുചിമുറിയിൽ നിന്നിറങ്ങുമ്പോൾ, നിസ്കാരപ്പായിൽ, വിദ്യാലയം. അടുത്ത ബോക്സ് നോക്കൂ. ഇടത് കാൽ വെച്ച് കയറണം. ഈ ബോക്സിനെ ചുറ്റി കുറെ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നു. ആ ആരോ മാർക്കിന് നേരെ ഇടത് കാൽ വെച്ച് കയറേണ്ട സ്ഥലങ്ങളാണ് നാം എഴുതേണ്ടത്. ഞാൻ എഴുതിയതുപോലെ കൂട്ടുകാരും എഴുതുക. അങ്ങാടി, ശുചിമുറി, യാത്രക്കിറങ്ങുമ്പോൾ, വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നൻസഖ്. ഈ പാഠത്തിൽ പഠിച്ച ഏതാനും പദങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം അതുപോലെ ആ കൊടുത്തിരിക്കുന്ന വരികളിൽ 3 പ്രാവശ്യം എഴുതണം. അപ്പം നോക്കൂ. ഭക്ഷണം, കൂട്ടുകാർ, അങ്ങനെ, പ്രവേശിക്കുക, വിദ്യാലയം. ഞാൻ ഇവിടെയെല്ലാം ഒരു പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർ 3 പ്രാവശ്യം എഴുതണം. അടുത്ത പേജ് നോക്കൂ. മൃഗശാല, സ്ഥലം, ഏറ്റുചൊല്ലി, യാത്ര, ഉണർന്നു, ശുചിമുറി, അങ്ങാടി. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം നുൻഷിഉൽ കലിമ. ഇവിടെ നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ അക്ഷരങ്ങൾ വരുന്നത് പോലെ വാക്കുകൾ നിർമ്മിക്കണം. എ എന്ന് വരുന്നത് പോലെ ഒരു വാക്ക്. എലി. ടി ടി എന്ന് വരുന്നത് പോലെ ഒരു വാക്ക്. തൊട്ടി. തോ തോട്ടം. ഷ പശ. വി വീട്. ങ മാങ്ങ. ഇം പാടം. ക പലക. പ പള്ളി. ത്ര പാത്രം. ഇൽ പാൽ. നെ നെഞ്ച്. അടുത്ത ബോക്സ് നോക്കൂ. ഇവിടെ നമ്മൾ 2 വാക്കുകൾ എഴുതണം. ഊ ഊഞ്ഞാൽ, ഊണ്. അടുത്തത് യാ എന്ന് പറയുന്നത് പോലെ 2 വാക്കുകൾ. യാത്ര, യാത്രികൻ. അടുത്തത് പ പായ, പായസം. കു കുളം, കുരങ്ങ്. ഓ ഒട്ടകം, ഒച്ച്. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.